നമ്മളെ മക്കൾക്ക് സംഭവിക്കാം, അത് ചെയ്യാൻ പാടില്ല. കാരണം അവനൊക്കെ നമ്മൾ എടുത്തു വളർത്തിയ പിള്ളേരാണ്. ഞാനൊരു മുസൽമാൻ, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു കുഞ്ഞല്ലേ, 1.5 വയസ്സായ കുഞ്ഞല്ലേ ലിംഗം വരെ ഇങ്ങനെ ഉപദ്രവിക്കണമെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് നമുക്ക് അനുഭവമാണ് നാളെ. അതുകൊണ്ട് ഒരിക്കലും ഈ ഭൂമിക്ക് മേളിൽ വെച്ചേക്കാൻ പാടില്ല. നാളെ ജയിലിൽ പോയിട്ട് അവർ നല്ല രീതിയിൽ കൊഴുത്തൂരം നീങ്ങി ഇറങ്ങും. നാളെ സംഭവിക്കുന്ന രീതിയുണ്ട്. ഒരിക്കലും ഇങ്ങനെ വെക്കാൻ പാടില്ല. നമുക്കറിയാമെന്നുള്ള ചെറുക്കനാണിത്. നമ്മളാരും കൂട്ടി നിൽക്കില്ല. ഞെട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ആ വിറയിൽ മാറിയിട്ടില്ല. അത്രയ്ക്ക് ഒരു മൃഗീയമായിട്ട് ഒരു മനുഷ്യ കുഞ്ഞിനോട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, പാടില്ല. വലിയ പ്രതിഷേധമായിരുന്നു. ഇതുപോലൊരു സംഭവം ഈ നാട്ടിൽ ആദ്യമായിട്ടാണ്. ഇങ്ങനെയുള്ളവരൊക്കെ നിയമത്തിൻ്റെ വഴി കൊണ്ടുപോകാതെ നാട്ടുകാർ കൈകാര്യം ചെയ്യേണ്ടതാണ് നല്ലത്. കാരണം ഇനിയൊരു സംഭവം ഇതുപോലെ ഈ നാട്ടിൽ ഉണ്ടാവരുത്. നല്ല പ്രതിഷേധമാണ്. അല്ല, ഞങ്ങളുമായിട്ടൊന്നും വലിയ ബന്ധമുള്ളതല്ല. ഈ നാടുമായിട്ട് സഹകരിക്കുന്ന ഒരാളല്ല. ഈ നാട്ടിലേക്ക് വന്ന് താമസിച്ചാണ്. ഇപ്പോൾ ഈ ഒരു വിഷയമായതിനു ശേഷമാണ് ഇങ്ങനെ ഒരാളുടെ മുഖം പോലും കാണുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ ഫോട്ടോകളൊക്കെ കണ്ടാണ് ആളിനെ തിരിച്ചറിയുന്നത് ഇങ്ങനെ ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ഈ നാട്ടിലെ പൊതുപ്രവർത്തകനാണ്. എനിക്ക് ഞങ്ങൾക്കൊന്നും അറിയില്ല ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഈ ഒരു വിഷയമെല്ലാം ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അതുതന്നെയാണ്, നാട്ടുകാർക്ക് ആ ഞെട്ടലുണ്ട്. ഇപ്പോൾ ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നമുക്ക് ഈ പറയുന്ന 2 വശങ്ങളിലായി നിന്ന് വലിയ പ്രതിഷേധം അറിയിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ചെയ്തത് തെറ്റാണെന്ന തരത്തിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ കൂടിയല്ല ഈ കാണുന്ന വഴികളിലെല്ലാം അവർ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. വലിയ പ്രതിഷേധമായിരുന്നു എല്ലാവരും. ഞാൻ ഇവിടെ എല്ലാ കുറച്ചങ്ങൾ യാലായിലുള്ളതാണ്. ഇങ്ങനെ ഒരാൾ ഇവിടെ താമസിക്കണമെന്നറിയാം, ആരൊക്കെ ആണെന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. കേട്ടപ്പോൾ വല്ലാത്തൊരു ഈ കൊച്ച് എൻ്റെ മോൻ്റെ കൂടെ ഉള്ളൊരു കൊച്ചാണ്. ഞങ്ങൾ നെടുമങ്ങാട് ആശുപത്രിയിൽ ഈ കൊച്ചിനെ പ്രസവിച്ചിരുന്നപ്പോൾ എൻ്റെ മോൻ്റെ ഭാര്യയും പ്രസവിച്ചവിടെ കിടക്കേണ്ടത്. അപ്പോഴും നമ്മൾ ഇവരെ നേരത്തെ കണ്ടിട്ടുണ്ട്. അന്നിങ്ങനെ ഈ കൊച്ചിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഈ കൊച്ചിനെ വയറ്റിൽ 6 മാസമായപ്പോൾ അവളുടെ ഭർത്താവ് തൂങ്ങി മരിച്ച് എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്. അറിഞ്ഞപ്പോൾ വലിയ സങ്കടം. അന്ന് വെച്ചാൽ നമ്മൾ നേരെ നിന്ന് കണ്ട് സംസാരിച്ച വ്യക്തിയാണ്. സങ്കടവും ഞെട്ടലും ഒരു കുഞ്ഞു മക്കൾക്കും ഇങ്ങനൊരു ഗതി ഉണ്ടാവരുത്. അത്രയ്ക്ക് ഞങ്ങൾ സഹിക്കാൻ വയ്യാത്തൊരു സംഭവമാണ്. പക്ഷെ നമ്മൾക്ക് അറിഞ്ഞൂടെ ഇരുന്ന് അവനിങ്ങനെ ഒരു ഭാര്യയും ഒരു കൊച്ചു കൊണ്ടതായിരുന്നു നമുക്കറിയാം. അവൻ്റെ സഹോദരിയാണ് ഇവിടെ താമസിക്കണമെന്ന് അറിഞ്ഞത്. അവൻ ഇങ്ങനെ ഒരു രാവിലെ ടെമ്പോ എടുത്ത് അടിച്ച് പൊളന്നുകൊണ്ട് പോണത് കാണാം. എന്നും പോകില്ല, ഓട്ടം പോണേണ്ടെന്നൊക്കെ. പിന്നെ അല്ലാതെ നമ്മളവനെ അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ താമസം ഉണ്ടെന്ന് ഇങ്ങനെ പറയും. അവൻ്റെ സഹോദരി താമസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കൃത്യം നടന്നതിന് ശേഷമാണ് ഇവനൊരു കുഞ്ഞുണ്ടെന്നൊരു ഞാൻ അറിയണത്. നമ്മൾ ഇവിടെ ഇതാണ് വീടെങ്കിലും നമ്മൾ അങ്ങോട്ടൊന്നും അങ്ങനെ പോവില്ല. അവർ വേറെ അയൽവക്കത്തുള്ളവരുടെ ആരുടെയും സഹകരിക്കില്ല. ഒരു പ്രത്യേക ഒരു മൈൻഡാണ് അവർക്കൊക്കെ. കുഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല. ആ കൊച്ചിൻ്റെ ഫോട്ടോ ആണ് നമ്മൾ TV കണ്ട. പക്ഷെ അപ്പോൾ തന്നെ നമുക്ക് സഹിക്കണില്ല. ആ കുഞ്ഞിന് ഇത്രയും ദ്രോഹം ഒരു മനുഷ്യൻ ചെയ്യും ഒരു പൊടി കുഞ്ഞിൻ്റെ കൂടെ. അവൾ ആക്രമം കൊടുക്കാത്തത് വളർത്താൻ ഇങ്ങനെ അവന് കൊല്ലാൻ കൊടുക്കാതെ സഹിക്കാൻ പറ്റണില്ല. ഇനി ഒരു മക്കൾക്കും ഇങ്ങനെ വരരുത്. അതിനുള്ള നീതി സർക്കാർ നടപ്പാക്കണം. ഇനി ഒരു മക്കൾക്കും വരരുത് ഇങ്ങനെ. ഭക്ഷണം മണ്ടേ കുടുങ്ങിയെന്ന് പറഞ്ഞാണ് കൊച്ചിനോടൊന്ന് കൊണ്ടുപോയത്. ഇത്രയതാണെന്നുള്ള നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. അവരെന്തായാലും അവന് വിടരുത്. അവർക്ക് ശിക്ഷ നല്ലതുപോലെ കിട്ടണം. ഒരു മക്കൾക്ക് ഇനിയൊരു ഇതോ അവർ വണ്ടിയിൽ പോണ കണ്ടിട്ടുണ്ട്. കൊച്ചിനെ ഞാൻ 1-2 ദിവസം കണ്ടിട്ടുണ്ട്, അല്ലാതെ കണ്ടിട്ടില്ല. തന്നെ പക്ഷേ ഇവരാരും കണ്ടിട്ടില്ല ആ കുഞ്ഞിനെ. അവർ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആ കുഞ്ഞനുഭവിച്ചു കടന്നുപോയ ക്രൂരതകൾ അറിയുമ്പോൾ അറിയാത്ത ആളുകൾക്ക് പോലും കണ്ണു നിറയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരുപക്ഷെ അയൽപക്കത്തുണ്ടായിരുന്നല്ലോ, വളർത്താൻ ആർക്കെങ്കിലും കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്ന സാമാന്യ യുക്തിയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യമാണ് ഇവരെല്ലാം ചോദിക്കുന്നത്. അത്രമാത്രം വലിയ പ്രതിഷേധത്തിലും രോഷത്തിലുമാണ് എന്തായാലും നാട്ടുകാരുള്ളത്. തെളിവെടുപ്പ് കൃത്യമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുകയാണ്. എന്തായാലും പ്രതിയുമായി മിനിറ്റുകൾക്ക് ശേഷം തന്നെ വീട്ടിൽ നിന്ന് നാട്ടുകാരുടെ പ്രതികരണവുമാണ് കേട്ടത്. തൊട്ടടുത്ത് ഇങ്ങനെ ഒരു കുഞ്ഞിതിപ്പോൾ നമുക്കറിയാം, പലയിടങ്ങളിലും പല ആളുകളും വന്ന് താമസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഇപ്പോൾ പൊതുവേ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ആളുകൾക്ക് ഒരു ഭയമാണ്. എന്തെങ്കിലും ഇടപെട്ട് ഒരു പ്രശ്നം വേണ്ട എന്ന് കരുതി ആളുകൾ മാറി നിൽക്കുകയും ചെയ്തു. അതൊക്കെ സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ അതിനിടയിൽ ഈ 1.5 വയസ്സായ കുഞ്ഞ് ഇത്രയേറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയല്ലോ എന്നൊരു വിഷമം, തങ്ങളുടെ തൊട്ടടുത്ത് അങ്ങനെ ഒരു സംഭവം നടന്നല്ലോ എന്ന ഞെട്ടലും അമർഷവും ഒക്കെ നാട്ടുകാരുടെ വാക്കുകളിൽ പ്രകടമാകുന്നുണ്ട്. തെളിവെടുപ്പിനിടെ വലിയ ഒരു സംഘർഷമാണ്. ഈ അഷ്കറിനെ മർദ്ദിക്കാൻ തന്നെ ആളുകൾ ശ്രമിച്ചു. പോലീസിന് വളരെ കഷ്ടപ്പെട്ടാണ് ഈ പ്രതികളെ അവിടെ നിന്ന് കൊണ്ടുപോകാനും കഴിഞ്ഞത്.